പഴവും ബ്രെഡും തേങ്ങയും ചേർത്തുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുര പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു അടിപൊളി സ്നാക്ക് തയ്യാറാക്കാനായിട്ട് മീഡിയം പഴുപ്പിലുള്ള 2 വലിയ നേന്ത്രപ്പഴം നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പഴത്തിനെ ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കണം. ഈ ചൂടായ നെയ്യിലേക്ക് പഴത്തിൻ്റെ ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കണം. പഴം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് തിന്നായിട്ടും അതുപോലെ തന്നെ ഒരുപാട് കട്ടിയിലും അരിയരുത്. അധികം പഴുത്തുപോയ പഴവും എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി സാധാരണ പഴം വാട്ടിയെടുക്കുന്നത് പോലെ തന്നെ ഇതിനെ വാട്ടിയെടുക്കാം. ഒരു ഭാഗം റെഡി ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ പഴവും ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. തേങ്ങയുടെ ഫില്ലിങ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതേ നെയ്യിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കളർ മാറാൻ തുടങ്ങുമ്പോൾ കുറച്ച് കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്തിളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ബ്രെഡ് മുക്കിയെടുക്കാനായിട്ട് ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 3-4 ടേബിൾ സ്പൂൺ പാല് കൂടെ ചേർത്ത് നന്നായി ഒന്ന് കലക്കിയെടുക്കണം. ഇനി ബ്രെഡാണ് വേണ്ടത്. ഈ ബ്രെഡിൻ്റെ അരികൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഞാൻ 8 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് പാനിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ സ്ലൈസ് ബ്രെഡും കലക്കിയ മുട്ടയിൽ ഒന്ന് മുക്കിയതിന് ശേഷം പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ 4 ബ്രെഡ് മുട്ടയിൽ മുക്കി ഒന്ന് അടുപ്പിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡിന് മുകളിലായിട്ട് വാട്ടിയെടുത്തിട്ടുള്ള പഴം നിരത്തി കൊടുക്കണം. പരമാവധി ഗ്യാപ്പ് ഇല്ലാതെയാവണം പഴം നിരത്തി കൊടുക്കേണ്ടത്. ഇതിൻ്റെ മുകളിൽ കൂടെ മുട്ട കലക്കിയത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഒന്ന് നിരത്തി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായി പ്രസ് ചെയ്തെടുക്കണം. ഒന്ന് സ്റ്റിക്കി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള തേങ്ങാ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇത് നിരത്തിയതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ചെറുതായി ഒന്ന് അമർത്തി കൊടുക്കണം. വീണ്ടും ബ്രെഡ് മുട്ടയിൽ മുക്കി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. ഇതിന് മുകളിൽ കൂടെ ബാക്കിയുള്ള മുട്ടക്കൂട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. വീണ്ടും പഴം ഇതുപോലെ നിരത്തി കൊടുക്കണം. ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളിൽ പഴത്തിൻ്റെ ചെറിയ കഷ്ണങ്ങൾ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഇതൊന്നുകൂടെ ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. അടച്ചു വെച്ച് ഏറ്റവും ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് ഇതിനെ വേവിച്ചെടുക്കണം. ഇനി അടിക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു പഴയ തട്ട് ചൂടാക്കിയതിന് ശേഷം അതിന് മുകളിൽ വെച്ച് വേവിച്ചെടുത്താലും മതി. ഇപ്പോൾ 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് തിരിച്ചിട്ട് കൊടുക്കണം. ഞാനിതിനെ നെയ്യ് തടവിയ വേറൊരു പാനിലേക്കാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഒന്നുകൂടെ ചെറിയ തീയിൽ 4-5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഇതിനെ നമുക്ക് പാനിൽ നിന്നും മാറ്റാം. ഇപ്പോൾ ഈ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം മാത്രം ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തെടുത്തതാണ്. ഇനി ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. പഴവും ബ്രെഡും തേങ്ങയും നട്ടൊക്കെ ചേർന്ന് സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നല്ലൊരു സ്നാക്കാണ്. സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് പഴുത്തുപോയ പഴം എടുക്കാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.